തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ 24 മണിക്കൂർ AC റൂമിൽ താമസിക്കാൻ പറ്റുമോ? അതും വെറും 400 രൂപയ്ക്ക്. എന്നാൽ പറ്റും. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്താണ്. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. ഞാനതൊക്കെ കാണിച്ചു തരാം. അവിടെ KSRTC ടെർമിനലുണ്ട്. അങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളിന്ന് താമസിക്കാൻ പോകുന്നത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലുള്ള IRCTC റിട്ടയറിംഗ് റൂമിലാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. A to Z കാര്യങ്ങളും നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗത്തു നിന്നാണ് നമ്മൾ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അവിടെ KSRTC ടെർമിനലുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇവിടെ നിറയെ ഓട്ടോകളാണ് കേട്ടോ, ഓട്ടോ ചേട്ടന്മാർ നിറയെ ഓട്ടോകളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ റിട്ടയർ റൂമിലേക്ക് പോവാം. നമുക്കിത് ഈ ഒരു ഭാഗത്താണ് നമ്മൾ റിട്ടയർ റൂം വരുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതാ ഇവിടെ ആനകളുടെയും അതുപോലെ തന്നെ കുറേ കലകളുടെയും പടവെട്ടിൻ്റെ ഒക്കെ ഫോട്ടോ ഉണ്ട്. ഇതിലൂടെ കയറിയിട്ടാണ് നമ്മുടെ റിട്ടയർ റൂമിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിലൂടെ കയറിയിട്ട് നമ്മൾ നേരെ പോയിട്ട് ഇതേ കണ്ടോ, AC റിട്ടയറിംഗ് റൂമുകൾ, റിട്ടയർ റൂം അലോട്ട്മെൻറ്റ് ത്രൂ ഓൺലൈൻ റിസർവേഷൻ. അപ്പോൾ ഇത് കാണുന്നില്ലേ, ഈ ഭാഗത്തു നിന്ന് ഇവിടെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോം വരുന്നുണ്ട്. ഇവിടുന്ന് മുകളിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ കണ്ട് ഇവിടെയാണ് ഇവരുടെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മുടെ പേരും നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കണം. ഇത് ഇങ്ങോട്ടൊക്കെ റിട്ടയർ റൂമുകളുണ്ട്. അവിടെ നമ്മുടെ റൂം ഇത് അവിടെയാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. അതിന് മുന്നേ ഇവിടെ റിട്ടയർ റൂമിൻ്റെയും അതുപോലെ തന്നെ ഡോർമെറ്ററിയുടെ ഒക്കെ ചാർജും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ദേ നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇത് ലേഡീസിനുള്ള AC ഡോർമെറ്ററിയാണ് കേട്ടോ. ഇവിടെ നിന്നുള്ളൊരു വ്യൂ കണ്ടോ നിങ്ങൾ, നല്ല അടിപൊളിയാണ്. താഴെ കുറേ ഓട്ടോകളുണ്ട്, ഒരു ട്രാവലർ, കാറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേ ആ ഒരു സർക്കിൾ അവിടെ ഉണ്ട്. പിന്നെ കണ്ടോ നമ്മുടെ KSRTC ടെർമിനലാണത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടൊരു വ്യൂ ആട്ടോ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ. വളരെ മനോഹരമായിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. AC ഡീലക്സ് റൂമും കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ റൂം വരുന്നത് ഇങ്ങോട്ടാണ്. ഇവിടെ ഒരു ഇൻ്റഗ്രേറ്റഡ് സെക്യൂരിറ്റി സിസ്റ്റം, കൺട്രോൾ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്ന ഫയർ എക്സ്റ്റിങ്വിഷറിൻ്റെ ഇവിടെയാണ് നമ്മുടെ ഡോർമെറ്ററി കാര്യങ്ങൾ വരുന്നത്. AC ഡോർമെറ്ററി ജെൻസ്, പുരുഷന്മാർക്കുള്ള ഡോർമെറ്ററിയാണ്. നമുക്കിത് തുറന്നകത്തേക്ക് കയറാം. നിങ്ങളിത് കണ്ടോ, ഇതാണ് ഈ 4ാം നമ്പറാണ് നമ്മുടെ ഡോർമെറ്ററി വരുന്നത്. ക്യാബിൻ ടൈപ്പാണ്. പിന്നെ ഇതിന് നമ്മളൊരു ലോക്കൊക്കെ ഇട്ട് സേഫാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ വാല്യൂബിൾ തിങ്സൊക്കെ ഇതിൽ സൂക്ഷിക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കയറാം, ലോക്കൊക്കെ തുറന്നിട്ട്. നമുക്കിത് ക്ലോസ് ചെയ്യാം. നമ്മുടെ ഇത് റൂമല്ല, നമ്മുടെ ക്യാബിനാണ്, ഡോർമെറ്ററിയുടെ ക്യാബിനാണ്. ഇതിലേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ നമുക്കിത് ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള വലിയൊരു മിറർ കാണാം. പിന്നെ ഇവിടെ ബെഡുണ്ട്. ബെഡിൽ എൻ്റെ തോർത്ത്, ഷോർട്സ്, പുതപ്പ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ നമുക്ക് ചാർജറൊക്കെ കണക്ട് ചെയ്യാനുള്ള ഒരു സോക്കറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ ലൈറ്റ് ഓൺ ഓഫ് ചെയ്യാനുള്ള സ്വിച്ചാണ്. ഇതിപ്പോൾ നമ്മൾ ഓഫ് ചെയ്താൽ ഓക്കെ, വെട്ടം മൊത്തം പോയി വന്നു. പിന്നെ ഇവിടെ ഞാനൊരു ടീഷർട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് റൈറ്റിങ്ങിനും ഒരു ലൈറ്റായിട്ടുള്ള പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഇരുന്ന് ഫുഡ് കഴിക്കാനോ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടേബിൾ വരുന്നുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ ജ്യൂസ്, എൻ്റെ സോപ്പ്, വെള്ള ഹെഡ്സെറ്റ്, പിന്നെ കുറച്ച് പേപ്പർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്.
പിന്നെ നമുക്കിത് ഇവിടെ ഒരു AC വരുന്നുണ്ട്. നമ്മുടെ ഡോർമെട്രിയിൽ ഇന്നലെ കിടന്ന വേറെ ഡോർമെട്രി ആയിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ക്യാബിനും കാര്യങ്ങളൊക്കെയാണ്, പക്ഷേങ്കിൽ എല്ലാവർക്കും കൂടി ഒരു 2 AC 4 AC മൊത്തം ഒരു ഹാളിൽ AC വെച്ചിട്ട് മുകളിൽ ഇങ്ങനെ റൂഫും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് അത്. പക്ഷേ ഇന്നത്തെ ഒരു ഡോർമെട്രി എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സേഫായിട്ട് നല്ല പ്രൈവസി ഉള്ള ഒരു ഡോർമെട്രിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഇന്നലെ AC ഇട്ട് കിടന്നപ്പോൾ നല്ല തണുപ്പായിരുന്നു. പൊതുവെ ഇങ്ങനെ AC-ലൊന്നും കിടക്കാറില്ല. അപ്പോൾ ഇവിടെ അതിൻ്റെ ഇൻവേർട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ റിട്ടയർ റൂമിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളിത് ബുക്ക് ചെയ്യേണ്ടത് IRCTC ആപ്പ് വഴിയാണ്, അല്ലെങ്കിൽ IRCTCയുടെ വെബ്സൈറ്റ് വഴിയാണ്. നമുക്ക് കൺഫേം ആയിട്ട് ഉള്ള ടിക്കറ്റും അതുപോലെ തന്നെ RIC ആയിട്ടുള്ള ടിക്കറ്റിലും നമുക്കിത് ബുക്ക് ചെയ്യാം. വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റ് പറ്റില്ല, അതുപോലെ തന്നെ ജനറൽ ടിക്കറ്റിലും നമുക്ക് റിട്ടയർ റൂം ബുക്ക് ചെയ്യാൻ പറ്റില്ല. റിട്ടയർ റൂം നമ്മൾ ബുക്ക് ചെയ്യാൻ നമ്മൾ ടിക്കറ്റ് കൺഫേം ആയി കഴിയുമ്പോൾ സമയത്ത് മുകളിലൊരു PNR നമ്പർ കാണും. ഒരു റെഡ് കളറിലാണ് പൊതുവെ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ കാണുക. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കാണിക്കാം. അപ്പോൾ ആ ഒരു PNR നമ്പർ വെച്ചിട്ടാണ് നമ്മൾ റിട്ടയർ റൂം ബുക്ക് ചെയ്യേണ്ടത്. നമുക്ക് റിട്ടയർ റൂം സ്ലോട്ട് വരുന്നത് 12 മണിക്കൂറുണ്ട്, 24 മണിക്കൂറുണ്ട്. നമ്മളെടുത്ത ഇന്നത്തെ സ്ലോട്ട് 24 മണിക്കൂർ സ്ലോട്ടാണ്. അതിനെനിക്ക് വന്നത് 380 രൂപയാണ് 24 മണിക്കൂറൊക്കെ, അതും AC റൂമിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അത്രയാണ് നമുക്ക് വന്നത്. പിന്നെ 12 മണിക്കൂറുണ്ട്, അതിന് 240 സംതിങ് അത്രേ വരുന്നുള്ളൂ ഈ AC ഡോർമെട്രി തന്നെ. ഇത്രയും ചീപ്പായിട്ട് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയി ജസ്റ്റ് ഒരു ഇത്ര നമുക്ക് ഒരാൾക്ക് കിടക്കുന്നതേ നോക്കിയാൽ ഇത്ര ഉള്ളൊരു ക്യാബിനേ ആവശ്യമുള്ളൂ. ഇത് ധാരാളമാണ് കണ്ടോ. ഇത്രയുള്ളൊരു ക്യാബിനും കാര്യങ്ങളും മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷേങ്കിൽ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയിട്ടൊരു റൂമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് AC-ക്കൊക്കെ 1000 മിനിമം വേണ്ടി വരും. 1000 പോലും 1200 1300 ചോദിക്കും. ഒരു 1000 തന്നെ കൂട്ട്, ഇല്ല ഒരു 1200 കൂട്ടിക്കോ. അതിൻ്റെ 4/1 പൈസ നമുക്ക് നമ്മുടെ IRCTC റിട്ടയർ റൂമിൽ വരുന്നുള്ളൂ, തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് നമ്മുടെ റെയിൽവേ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിലേക്ക് തന്നിട്ട് അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ അത് വളരെ വലിയൊരു മണ്ടത്തരായിപ്പോൾ. അപ്പോൾ നിങ്ങൾ യാത്രയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ വലിയ വലിയ സ്റ്റേഷനുകളിലൊക്കെ റിട്ടയർ റൂം ഉണ്ട്. അപ്പോൾ ഞാൻ വടകരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നാണ്. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഇപ്പോൾ 2 ആഴ്ചയ്ക്ക് മേലെയായി. നമ്മുടെ PNR നമ്പർ വെച്ച് നമ്മൾ റിട്ടയർ റൂം ബുക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ കയറി വരുന്ന സമയത്ത് തന്നെ റിസപ്ഷൻ കണ്ടില്ല, അവിടെ നിന്ന് നമുക്കൊരു പേപ്പർ തരും. ആ പേപ്പർ നമ്മുടെ ട്രാൻസാക്ഷൻ ID, പേര്, TRR, അതുപോലെ തന്നെ ഡേറ്റ് കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്താൽ അവർ നമുക്ക് റൂം കാണിച്ചു തരും. അപ്പോൾ തന്നെ നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ഇതാ നിങ്ങളിപ്പോൾ കണ്ടോ ഒരു വെള്ള കളറുള്ള ഇത് റെയിൽവേയുടെ IRCTCയുടെ വക തരുന്നൊരു വിരിപ്പാണ്. ദ സദേൺ റെയിൽവേ 08/2019 ഉണ്ടാക്കിയാന്ന് കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവം അവർ തരും, നമുക്കത് ഇവിടെ കൊണ്ടുവന്ന് വിരിക്കാം. നമ്മളിപ്പം ജസ്റ്റ് വന്നപ്പോൾ എക്സ്ട്രാ 2 പുതപ്പ്, ഒരു പുതപ്പ് ഇതാ, മറ്റൊരു പുതപ്പ് വേണ്ട ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ റിട്ടയർ റൂമിൽ അവർ നമുക്ക് കീയും ലോക്കും ഒന്നും പ്രൊവൈഡ് ചെയ്യില്ല. നമ്മൾ വരുന്ന സമയത്ത് നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അവിടുന്ന് 120, 150, 100 കൊടുത്താൽ നമുക്ക് ലോക്കും കീയും കിട്ടും. അത് വാങ്ങണം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം നമ്മുടെ വാല്യൂബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ വെച്ചിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ജസ്റ്റ് ലോക്ക് ചെയ്തിട്ട് പോയാൽ നമുക്കതിൽ യാതൊരു സുരക്ഷയില്ല. അപ്പോൾ നമ്മൾ പോകുമ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ട് ആ ലോക്ക് കൊണ്ട് ലോക്ക് ചെയ്ത് ആ കീ നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചുകൊണ്ട് പോയാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പോകാൻ പറ്റും. പിന്നെ ജസ്റ്റ് ഒന്ന് തിരുവനന്തപുരം കറങ്ങാൻ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ റിട്ടയർ റൂം വളരെ നല്ലൊരു ഓപ്ഷനാണ്. 24 മണിക്കൂർ സ്ലോട്ടൊക്കെ ബുക്ക് ചെയ്താൽ മതി. പിന്നെ രാവിലെ 7 മണിക്കാണ് ഇവിടെ ചെക്കിങ് വരുന്നത്, രാത്രി 7 മണിക്ക് ചെക്കൗട്ട് ചെയ്യാം. 12 മണിക്കൂർ സ്ലോട്ട്. അതുപോലെ തന്നെ രാത്രി 7 മണിക്ക് ചെക്ക് ഇൻ ചെയ്തിട്ട് രാവിലെ 7 മണിക്ക് ചെക്കൗട്ട് ചെയ്യാം, 12 മണിക്കൂർ സ്ലോട്ട്. അതല്ലാതെ 24 മണിക്കൂർ സ്ലോട്ട് നമുക്ക് രാവിലെ 7 മണി മുതൽ പിറ്റേ ദിവസം 7 മണി വരെ 24 മണിക്കൂർ സ്ലോട്ട് നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ തിരുവനന്തപുരത്തേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ, തിരുവനന്തപുരത്തല്ല വലിയ വലിയ മിക്ക സ്റ്റേഷനിലും റിട്ടയർ റൂമുണ്ട്. അപ്പോൾ ഇത് ബുക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ അതിൻ്റെ വളരെ എക്സ്പ്ലെയിൻ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ വരുമ്പോൾ എന്തായാലും ഈ ഒരു സംഭവം നമ്മുടെ ലോക്കും കീയും എന്തായാലും കൊണ്ടുവരണം കേട്ടോ. കാരണം ഇതില്ലെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല. ഇല്ലെങ്കിൽ താഴത്തെ ഷോപ്പിൽ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നാട്ടിൽ നിന്ന് വരുന്നല്ലേ, ഇതെങ്കിൽ വാങ്ങിച്ചോ. പിന്നെ തിരുവനന്തപുരം കറങ്ങാൻ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ റിട്ടയർ റൂം ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ വന്ന് ഫ്രഷപ്പായി കുറച്ചൊന്ന് റെസ്റ്റൊക്കെ എടുത്ത് നിങ്ങൾക്ക് ഇവിടുന്ന് ലുലു മാളിലേക്കൊക്കെ പോകണമെങ്കിൽ സുഖമാണ്. ഇവിടുന്ന് ഈ KSRTC ടെർമിനലിൻ്റെ അവിടെ ഫ്രണ്ടിൽ തന്നെ ബസ് ലുലു മാളിലേക്ക് ഡയറക്റ്റ് ബസ് കിട്ടും. ഇല്ലെങ്കിൽ KK കോട്ട ഇറങ്ങുക, KK കോട്ടയ്ക്കുള്ള ബസ് ഉണ്ടാവും. KK കോട്ട ഇറങ്ങിയിട്ട് അവിടുന്ന് ലുലു മാളിലേക്ക് ബസ് ഉണ്ടാവും. ലുലു മാളിലേക്ക് ബസ് കയറിയാൽ ലുലു മാളിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഇറങ്ങാം. നമ്മൾ ഇന്നലെ ലുലു മാളിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് കുറേയൊക്കെ കറങ്ങിയൊക്കെ വന്നതാണ്.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും നല്ല വ്യക്തമായിട്ട് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, നമ്മൾ കറക്റ്റായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിക്കണം. അതുവരേക്കും